കൽപ്പറ്റയിൽ വയനാട് അതിജീവന മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ അതിജീവനം അവകാശം എന്ന ആശയത്തെ മുൻനിർത്തി കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിലെ ട്രേഡ് ആൻഡ് ആർക്കേഡ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വയനാട് ജില്ല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വയനാടിൻ്റെ പൊതുവായിട്ടുള്ള പിന്നോക്കാവസ്ഥ നമുക്കറിയാം. വയനാട് ജില്ല രൂപീകൃതമായ അന്ന് തുടങ്ങിയ പിന്നോക്കാവസ്ഥ ഇവിടെ അതേപോലെ തുടരുകയാണ്. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ശക്തമായി എടുക്കേണ്ട ചില നടപടികളും എടുക്കാത്തതിൻ്റെ പേരിൽ കേരളത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് വയനാട്. നമുക്കറിയാം, അടിക്കടി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ, അതിനോടൊപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങൾ, മെഡിക്കൽ സപ്പോർട്ടില്ലാത്ത പേരിന് മാത്രം ഒരു മെഡിക്കൽ കോളേജ് മാനന്തവാടിയിൽ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ പേര് മാറ്റി എന്നതല്ലാതെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ മറ്റു ജില്ലകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു തുരുത്തായി വയനാട് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ജില്ലയിലെ സാധാരണക്കാരായ മുഴുവൻ മനുഷ്യരെയും ഒരു രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിനപ്പുറം ഒരു മാനുഷിക പിൻബലമുണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ ഭരണകർത്താക്കളോട് ഈ ജില്ലക്ക് ആവശ്യമായ, ജില്ലയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടിയാലോചന യോഗവും അതിൻ്റെ സെമിനാറുമാണ് നടന്നത്. സെമിനാറിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം തന്നെ അതിജീവനം ഒരവകാശമാണ്. ആ പ്രമേയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധമായ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമുദായിക സംഘടനകളുടെ മുഴുവൻ റെപ്രസെൻറ്റേഷനും ഏകദേശം 20ഓളം സംഘടനകളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ സെമിനാർ നടന്നു പോയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഈ രാഷ്ട്രീയത്തെ ഇവിടെ കൊണ്ടുപോകണമെന്ന കൂടിയാലോചനകളാണ് അടുത്ത സ്റ്റെപ്പ്. അതിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള രാഷ്ട്രീയമായ ഒരു പരിഹാരത്തിനുള്ള ഒരു ഫോറത്തെക്കുറിച്ചും ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. പരിപാടിയിൽ കേരളത്തിലെയും ജില്ലയിലെയും രാഷ്ട്രീയ രംഗത്തെയും സാമൂഹിക രംഗത്തെയും നിരവധി വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ന്യൂസ് 1 കൽപ്പറ്റ.